ഇന്നൊരു ക്രിസ്മസ് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. വൈകിട്ടായപ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഒരു സാമ്പ്രാണിത്തിരിയും കത്തിച്ച് വെച്ച് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി. കുറച്ച് ദിവസമായിട്ട് ഏട്ടൻ ഇവിടെ ഒരു കൊതി പറയുന്നുണ്ട് പനീർ ബട്ടർ മസാല കഴിക്കണമെന്ന്. എന്നാ പിന്നെ ഇന്നത്തേക്ക് ചപ്പാത്തിയും പനീർ ബട്ടർ മസാല ആയിക്കോട്ടെ എന്ന് കരുതി. അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവ് നനച്ച് വെച്ചിട്ട് കറിക്ക് വേണ്ടിയിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് സവാള തക്കാളി അണ്ടിപ്പരിപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിലോട്ട് പൊടികളും ചേർത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ബട്ടർ ചൂടാക്കി അതിനകത്തോട്ട് സ്പൈസസും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും പിന്നെ പനീറും കൂടെ ചേർത്ത് ലാസ്റ്റ് കുറച്ച് കസൂരി മെത്തിയും കൂടെ തൂക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡി. വേണമെന്നുണ്ടെങ്കിൽ പനീർ വറുത്തു വിടാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി പരിപാടി അങ്ങ് തുടങ്ങി. അപ്പോഴേ ഇപ്പോഴും ഒരുപാട് പേര് എന്നോട് ഈ റൊട്ടി മേക്കറിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. സത്യം പറയാലോ, സംഭവം നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. നോർമലി കുഴക്കുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ട് മാവ് കുഴച്ച് കഴിഞ്ഞാൽ നല്ല പൊന്തി വരുന്ന ചപ്പാത്തി നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും ലിങ്ക് ഞാൻ ടാഗ് ചെയ്തോടത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ നേരെ കടവൂർ പള്ളിയിലോട്ട് പോയി. ക്രിസ്മസ് വൈബിന് പീലൊരു റെഡ് ടോപ്പ്, ഞാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രീൻ കളറിൽ കോട്ടൺ മാക്സി ഡ്രസ് ആണ് ഇട്ടേക്കുന്നത്. ലിങ്ക് ഞാൻ ടാഗ് ചെയ്തോടത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പൊ ഓക്കെ, ബൈ.